തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം നടന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ രതീഷാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. ചില്ലറ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് കരുവന്നൂർ സ്വദേശിയായ 68 വയസ്സുള്ള പവിത്രൻ മർദ്ദനത്തിന് ഇരയായത്. ഇദ്ദേഹം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറക്കുകയും അദ്ദേഹത്തെ തള്ളി താഴെയിടുകയുമായിരുന്നു എന്നാണ് മകൻ പറയുന്നത്. അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ബംഗ്ലാവിൻ്റെ അവിടെ നിന്നാണ് അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത്. രാജര അവിടെ നിന്ന് കയറി ബംഗ്ലാവിൻ്റെ അവിടെയാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ പോകുന്ന ശാസ്ത ബസ്സിലാണ്. അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഇപ്പോൾ ഡോക്ടറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ട്, സ്പൈനൽ കോഡിൽ ചതവുണ്ട്. അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും, അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോവും. ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ. അവിടെ ആൾക്കാർ ഈ കണ്ടക്ടർ പോയി പിടിച്ചില്ലെങ്കിൽ ആൾ കൊന്നേനെ അച്ഛന്. ആ ശ്രീശാസ്ത്ര ബസ്സും അതിലെ ആ കണ്ടക്ടറും അവർ കൊല്ലണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ പവിത്രൻ കല്ലിൽ തലയിടിച്ചു വീണു. തുടർന്ന് കണ്ടക്ടർ വീണ്ടും അയാളുടെ തല കല്ലിൽ പിടിച്ച് ഇടിക്കുകയായിരുന്നുവെന്നാണ് മകൻ പറയുന്നത്. സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടി കണ്ടക്ടറെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ ആദ്യം ഇരിഞ്ഞാലക്കുട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പരിക്ക് ഗുരുതരമായിരുന്നതിനാൽ അവിടെ നിന്നും എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ എത്തിച്ചു. തലയിൽ തുന്നിക്കെട്ടലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പരിക്ക് ഗുരുതരമായതിനാൽ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷനു ശേഷം സ്ഥിതി മെച്ചപ്പെടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 14-ന് അദ്ദേഹത്തെ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. നിലവിൽ രതീഷ് റിമാൻഡിൽ കഴിയുകയാണ്. സംഭവത്തിന് ശേഷം പോലീസ് ബസ് പിടിച്ചെടുക്കുകയും രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിൽ പോവുകയായിരുന്നു. അന്ന് കൊലപാതക ശ്രമത്തിനായിരുന്നു റിമാൻഡിൽ പോയതെങ്കിൽ ഇപ്പോൾ ഈ സംഭവത്തോടെ കൊലപാതക കുറ്റം ചുമത്തുമെന്നാണ് അറിയുന്നത്. സ്വകാര്യ ബസ് ജീവനക്കാരന്റെ മർദ്ദനത്തിൽ വയോധികൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരിക്കുന്നത് ദാരുണമായ സംഭവമാണ്. തുടർ നടപടികൾ സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയ ടൈം, തൃശൂർ.